ഇന്ത്യയുടെ വാഹന വ്യവസായ രംഗം 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ശ്രദ്ധേയമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ചരക്ക് സേവന നികുതി നിരക്കിലെ കുറവ് വാഹന വിപണിക്ക് വലിയ ഉത്തേജനമായി മാറിയെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഫലമായി പാസഞ്ചർ വാഹനങ്ങൾ മുതൽ ഇരുചക്ര, മുച്ചക്ര, വാണിജ്യ വാഹനങ്ങൾ വരെ എല്ലാ വിഭാഗങ്ങളിലും വിൽപ്പനയിൽ ഗണ്യമായ വർധനവുണ്ടായതായി സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യപാദത്തിൽ വാഹന നിർമ്മാണ കമ്പനികളിൽ നിന്ന് ഡീലർമാരിലേക്കുള്ള പാസഞ്ചർ വാഹനങ്ങളുടെ വിതരണം മുൻ സാമ്പത്തിക വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 25.9% വർദ്ധിച്ചു. ഉപഭോക്തൃ വിശ്വാസം വർദ്ധിച്ചതും പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള താൽപര്യമുയർന്നതും ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം ഇരുചക്ര വാഹനങ്ങളുടെ വിതരണത്തിൽ 20.3%, മുച്ചക്ര വാഹനങ്ങളുടെ വിതരണത്തിൽ 29.7% വർധന രേഖപ്പെടുത്തി. ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടതും നഗരങ്ങളിലെ ഉപഭോക്തൃ ആവശ്യകത ഉയർന്നതും ഈ വിഭാഗങ്ങളിലെ മുന്നേറ്റത്തിന് കരുത്തേകിയതായി വിലയിരുത്തപ്പെടുന്നു. വാണിജ്യ വാഹന വിപണിയും ഈ കാലയളവിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചരക്ക് ഗതാഗതവും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ശക്തിപ്പെട്ടതോടെ ട്രക്കുകൾ, ബസ്സുകൾ, മറ്റ് വാണിജ്യ വാഹനങ്ങൾ എന്നിവയുടെ ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായി. വ്യവസായ മേഖലയിലെ നിക്ഷേപം വർദ്ധിച്ചതും ലോജിസ്റ്റിക്സ് മേഖലയുടെ വികസനവും വാണിജ്യ വാഹന വിപണിയുടെ വളർച്ചയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. GST നിരക്ക് കുറച്ചതിലൂടെ വാഹനങ്ങളുടെ അന്തിമ വിലയിൽ കുറവ് വന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായി. ഇതോടെ വാഹനം വാങ്ങുന്നത് കൂടുതൽ ആളുകൾക്ക് സാമ്പത്തികമായി പ്രായോഗികമായി മാറി. ഇതിനൊപ്പം റിസർവ് ബാങ്കിന്റെ ധനനയ നടപടികളുടെ പശ്ചാത്തലത്തിൽ വാഹന വായ്പകളുടെ പലിശ നിരക്ക് കുറഞ്ഞതും വാഹന ധനസഹായം എളുപ്പത്തിൽ ലഭ്യമായതും വിപണിക്ക് കൂടുതൽ കരുത്തു നൽകി. വിവിധ വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ച പുതിയ മോഡലുകൾ, നവീന സാങ്കേതിക വിദ്യകൾ, മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ, ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങൾ എന്നിവയും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയായ ഇന്ത്യ ആഭ്യന്തര ആവശ്യകതയുടെ കരുത്തിൽ തുടർച്ചയായ വളർച്ചയാണ് കൈവരിക്കുന്നത്. രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളായ സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, ഹ്യുണ്ടായി തുടങ്ങിയ കമ്പനികൾ വിവിധ വില ശ്രേണികളിൽ അവതരിപ്പിച്ച ജനപ്രിയ മോഡലുകളിലൂടെ വിപണിയിലെ മത്സരത്തെ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ മാറുന്ന ആവശ്യങ്ങൾ പരിഗണിച്ച് കൂടുതൽ സാങ്കേതിക മികവുള്ളതും സുരക്ഷിതവുമായ വാഹനങ്ങൾ അവതരിപ്പിക്കുന്നതും വിപണിയുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്നു. ഇലക്ട്രിക് വാഹന വിപണിയും ഈ കാലയളവിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രോത്സാഹന പദ്ധതികൾ, സബ്സിഡികൾ, ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വ്യാപനം, പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളോടുള്ള ജനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന താൽപര്യം എന്നിവ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിക്കാൻ കാരണമായി. ഇന്ധനവിലയിലെ അനിശ്ചിതത്വവും കുറഞ്ഞ പ്രവർത്തന ചെലവും ഉപഭോക്താക്കളെ ഇലക്ട്രിക് വാഹനത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. ആഗോളതലത്തിൽ നിരവധി സാമ്പത്തിക വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും രാജ്യത്തിന്റെ വാഹന വ്യവസായം ശക്തമായ ആഭ്യന്തര വിപണിയുടെ പിന്തുണയോടെ മുന്നേറുന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയുടെ വാഹന വിപണി സ്ഥിരത നിലനിർത്തുകയാണ്. ആഭ്യന്തര ഉപഭോഗത്തിന്റെ ശക്തിയും ഉൽപാദനശേഷിയിലെ വർധനവും രാജ്യത്തെ വാഹന മേഖലയെ പ്രതിസന്ധികൾക്കിടയിലും മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല, കയറ്റുമതി രംഗത്തും രാജ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വാഹന കയറ്റുമതി 17% വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിദേശ വിപണികളിൽ ഇന്ത്യൻ വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത വർദ്ധിക്കുന്നതും ഗുണനിലവാരവും മത്സരാധിഷ്ഠിത വിലയും ഈ നേട്ടത്തിന് കാരണമായി വിലയിരുത്തുന്നു. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഉൽപാദനശേഷി നിലനിർത്തുകയും പുതിയ വിപണികൾ കണ്ടെത്തുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ വാഹന വ്യവസായത്തിന് കൂടുതൽ വളർച്ചാ സാധ്യതകൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഇനിയും വെല്ലുവിളികളായി തുടരുന്നുണ്ടെങ്കിലും ആഭ്യന്തര ആവശ്യകത, സർക്കാർ നയപിന്തുണ, നിക്ഷേപ വർധന, സാങ്കേതിക നവീകരണം എന്നിവയുടെ കരുത്തിൽ ഇന്ത്യയുടെ വാഹന വ്യവസായം വരും മാസങ്ങളിലും ശക്തമായ വളർച്ച തുടരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകുന്ന മേഖലയായി വാഹന വ്യവസായം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും അവർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.